തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവം നഷ്ടപരിഹാര തുക അനുവദിക്കാൻ റെയിൽവേ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയിൽ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്ത് 500-ലധികം ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ നഷ്ടപരിഹാര തുക റെയിൽവേയുടെ ഭാഗത്തുനിന്നും അനുവദിക്കാൻ യാതൊരു നടപടിയും ഇല്ലെന്നുള്ള പരാതിയിൽ 4 ആഴ്ചയ്ക്കകം റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ മാനേജർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിലാണ് കമ്മീഷൻ അംഗം വി ഗീത റെയിൽവേയോട് റിപ്പോർട്ട് തേടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ 2 വീലർ പാർക്കിംഗ് പരിസരത്താണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ 500-ലധികം ഇരുചക്രവാഹനങ്ങൾ കത്തി നശിച്ചിരുന്നു. പാർക്കിംഗ് സ്ഥലം റെയിൽവേ കരാർ വിളിച്ച് പ്രൈവറ്റ് ഏജൻസികൾക്ക് നൽകിയതാണെന്നും അതിനാൽ നഷ്ടപരിഹാരം റെയിൽവേക്ക് നൽകുവാൻ കഴിയില്ലെന്നും റെയിൽവേ നിലപാട് സ്വീകരിക്കുന്നു. നഷ്ടപരിഹാര തുക ഇൻഷുറൻസ് പരിരക്ഷ മുഖേന നേടിയെടുക്കണമെന്നാണ് റെയിൽവേ അനൌദ്യോഗികമായി വ്യക്തമാക്കുന്നത്. വാഹനം കത്തി നശിച്ചവർക്ക് നഷ്ടപരിഹാര വിഹിതം നൽകില്ലെന്ന റെയിൽവേയുടെ നിലപാടിൽ മനുഷ്യാവകാശ ലംഘനമുണ്ടെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചൂണ്ടിക്കാട്ടുന്നു. റെയിൽവേ പരിസരത്ത് നടന്ന തീ പടർന്ന് കത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിൽ നിന്നും റെയിൽവേക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. ചില ന്യായീകരണങ്ങളും തടസ്സവാദങ്ങളും പറഞ്ഞ് മാന്യമായി ലഭ്യമാകുന്ന അർഹമായുള്ള നഷ്ടപരിഹാര തുക നിഷേധിക്കുന്ന റെയിൽവേയുടെ നിലപാടിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്.